ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള, അതായത് ഏപ്രിൽ 28-ന് ഉദ്ഘാടനം കഴിഞ്ഞ വയനാട് ലക്കിടിയിലുള്ള ടീൻസാനി അഡ്വഞ്ചർ പാർക്കിൻ്റെ വിശേഷങ്ങളാണ്. രാത്രി ഹനാൻഷയും ദാനാറാസിക്കും പങ്കെടുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് കൊണ്ട് ഞങ്ങൾ ആ ഒരു ടൈം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ അത് മൊത്തത്തിൽ ആദ്യം ഒന്ന് പരിപാടി തുടങ്ങിയിട്ടില്ല, നമ്മളിപ്പോൾ എത്തിയുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതാ മൊത്തത്തിൽ ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങി കണ്ടിട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഹായ്, നിങ്ങൾ ഇന്നെ കണ്ടോ? ഞാനത് അവിടെ ഇങ്ങനെ കളിക്കണേ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സൈക്ലിംഗ് ഓട്ടണോ? അപ്പോൾ നമ്മൾ പാർക്ക് കുറേയൊക്കെ കണ്ട്, പക്ഷേ ഇനിയും കണ്ടു കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്തേക്കൊക്കെ ഉണ്ടേന്. അപ്പോൾ തന്നെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 7 മണി ആയിട്ടുണ്ട്. കറക്റ്റ് ടൈം തന്നെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്.
मैं भी सवरना वे आज दिन चढ़या तेरे नाल था. സുഖമാണോ? സുഖമായിട്ട് പോകുന്നോ? അപ്പോൾ ഞങ്ങൾ ആക്ച്വലി പോകുന്ന പരിപാടികളെ പോലെയല്ല മറ്റുള്ള പരിപാടികളിൽ നിന്നും ഇത് ഞങ്ങൾക്ക് വ്യത്യസ്തമാകുന്നത് ഞങ്ങളുടെ മുന്നിലുള്ള ഫുള്ള് ഉമ്മമാരും ഫാമിലീസും കൂടുതലാണ്. നമ്മൾ കാര്യമായിട്ട് യൂത്തിനുള്ള പരിപാടി മാത്രം ചെയ്ത് ഇങ്ങനെ രക്ഷപ്പെട്ടവർ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നത്. പക്ഷെ സങ്കടമില്ല, നമുക്ക് നിങ്ങളെല്ലാവരെയും തൃപ്തിപ്പെടുത്തി പാടാൻ പറ്റുന്ന ഒരു പറ്റം ആൾക്കാർ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹനാൻ. ഞാൻ നിങ്ങളുടെ തന്നെ നിയോജക മണ്ഡലത്തിൽ വരുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി ഇവരൊക്കെ അനിരാജൊക്കെ മത്സരിച്ചിട്ടുള്ള നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. എൻ്റെ വീട് നിലമ്പൂരാണെങ്കിലും ഞാൻ വയനാട് നിയോജക മണ്ഡലത്തിൽ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വയനാട്ടിൽ വരുന്നത്. നമ്മുടെ ഒരുപാട് കുഞ്ഞു പ്രോഗ്രാംസിന് വരുന്നുണ്ട്, പക്ഷെ ഇത്രയും നല്ലൊരു പരിപാടിക്ക് നമ്മൾ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല സ്റ്റേജും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നിവിടെ എൻജോയ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നതിന് ടിൻസാനിയ അഡ്വഞ്ചർ പാർക്കിനോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് കുറച്ച് പേര് ഇവിടെ പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തണം. അവരവരായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണോ? എന്ത് വേണം? പരിചയപ്പെടുത്തണം. അപ്പൊ എൻ്റെ കൂടെ എൻ്റെ ബ്രദറുണ്ട് ഈച്ചു, അതുപോലെ ആഷിഖ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് വന്ന് ഫ്ലൂട്ട് വായിച്ച. പിന്നെ ബെഞ്ചി ഉണ്ട് നമ്മുടെ കൂടെ. ബെഞ്ചിനെ അറിയാവോ? ഇന്നിവിടെ സകല വെടിക്കെട്ടും നടത്താൻ പോകുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ കെൽപ്പുള്ള ഒരു വ്യക്തി ബെഞ്ചിയാണ്. ഞാനിങ്ങനെ സാധാരണ ചെറിയ കുഞ്ഞു പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകും. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർ ഒരു മയമില്ലാത്ത ആൾക്കാരാണ്. എല്ലാവരും ഡാൻസ് കളിപ്പിക്കാനും എല്ലാത്തിനും. വി ഹാവ് ദാന റാസിക് നമ്മുടെ കൂടെ ഉണ്ട്. അത് ആക്ച്വലി ഞങ്ങൾ ഇപ്പം അടുത്ത് ഒരു സിനിമയിൽ കൂടെ പാടിയിരുന്നു. ഏതാണെന്നറിയാവോ? കേട്ടിട്ടുണ്ടോ? സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് എൻ്റെ അനിയനി. കൂടെ പാടോ? Thank you so much for having us here. Is it okay if I talk in English? Okay. Actually, you guys look so beautiful from this view. Okay. So I'm going to beatbox. But before that, you guys seem very interactive. So can everyone put your hands up? Put your hands up. Put your hands up. Put your hands up. Everybody. People at the back. People at the back. Faster. Break it down. Clap your hands. One more time.
जानिए मेरे मन ये बता दे तूने क्या ढूंढ रहा है तू सुनी वो बात क्या है बता मितवा रहे धड़कने तुझसे क्या क्या ढूंढ रहा है तू जो ये कहे धड़कने तुझसे क्या मितवा लेने आजा काहे नहीं इसको तू खुल की बताए जो ये कही जो ये सुनी वो बात क्या है बता ഫുൾ പവർ ആണല്ലോ अब हौसले से जीने दे, अब खौफ नहीं ये सीने दे, हर रास्ते को चीरेंगे हम, कामयाबी चीरेंगे, सब कुछ मिला पर सीने से मतलब बना अब जीने हैं। क्यों? क्योंकि अपना टाइम आएगा, तू नंगा ही तो आए है क्या घंटा लेकर जाएगा। अपना टाइम आएगा, अपना टाइम आएगा, अपना टाइम आएगा, तू नंगा ही। For another one. ഇടതു മാറി വലത് ചേർന്ന് ഒഴിഞ്ഞു മാറി ഞെരിഞ്ഞമർന്ന് പോടാ. ഇവിടെ റൂൾസ് ഇല്ല, ബോക്സിംഗ് അറിയത്തില്ല, കുംഫു പഠിച്ചിട്ടില്ല, ഫൈറ്റു കണ്ടിട്ടില്ല, ജൂഡോ കിട്ടിട്ടില്ല, ആകെ അറിയാവുന്നത് മോനെ നല്ല നാടൻ കല്ല്. പനി തുടങ്ങി പോയാ പിന്നെ നീ പറയില്ല സുല്ല്. നീ വേണ ജീവിച്ച കാര്യക്കാരൻ കയ്യുള്ളവൻ തന്നെ യാടാ ഇവിടെ കാര്യക്കാരൻ. ഈ പ്ലേസ് ഡേഞ്ചറസ്, ഫൈറ്റ് ടു ഇംപ്രസ്. മുട്ടടാകില്ലല്ലോ ടേട്ടാ പിന്നിലേക്ക്. ഇന്ന് തീയതി 15, നാളെ എന്റെ 16. ഞങ്ങളുടെ പ്രായം 17, ഇനിയുടെ പുള്ളത് 18. മുണ്ട് മടക്ക്, കൂളർ കുക്ക്, കൈപ്പത്തി കാട്ട്, മോതിര കടകം മുഴുവാ കടത്തിലുള്ളോ പിന്നെ അശോകനും. താങ്ക് യു സോ മച്ച്.
ഇത് നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. പരിപാടി ഫുള്ളായിട്ട് കാണാൻ നിൽക്കുന്നില്ല, നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ളതാണ്. തലേ ദിവസം വയനാട്ടിലേക്ക് വന്നതായിരുന്നേ. അപ്പോൾ പോകുന്ന വഴി കയറിയതാണ് ഇവിടെ. പാർക്ക് എന്തായാലും അടിപൊളിയാണ്.